ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ഫേസിലുള്ള അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലുള്ള വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു എനർജി എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് അവരുമായിട്ട് ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത് എന്നുകൂടിയാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമേ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കിടയിൽ ഈ ഒരു ഗ്യാപ്പ് വരാനുള്ള റീസൺ എന്താണെന്നുള്ളതാണ്. ടവർ, 4 of Earth, Fortune's Wheel, Messenger of Water, 5 of Fire. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ചില മാറ്റം, ഒരു സഡൻ ചേഞ്ചാണ് റിലേഷൻഷിപ്പിനെ ഈ ഒരു രീതിയിൽ വരെ കൊണ്ടെത്തിച്ചതെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഒന്നില്ല എന്നുണ്ടെങ്കിൽ അതുവരെ മൂടി വെച്ചിട്ടുള്ള ഏതോ കാര്യം പുറത്തു വന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണോട് ഉണ്ടായിരുന്ന ഒരു ട്രസ്റ്റ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ബോണ്ടിങ് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ, സാഹചര്യത്തിന് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം, അതുപോലെ തന്നെ മറ്റാരുടെയെങ്കിലും ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പെട്ടെന്ന് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടാവും. ആ ഒരു സഡൻ ചേഞ്ച് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നൊരു സംഗതി തന്നെയാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയൊരവസ്ഥ നമുക്ക് കാണാം. അപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോവുക എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് തരത്തിലുണ്ടാവാറുണ്ട്. ഒന്ന്, നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യത്തിൽ വേറെ മറ്റു പലരും ഇടപെടുക. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പരിഹരിക്കാമായിരുന്ന ചില കാര്യങ്ങൾ മറ്റു പലരുടെയും ഇടപെടലോടുകൂടി മൊത്തത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വേറെ പലരും അതിൽ ഇൻവോൾവ് ആവുന്നു, പലരുടെ അഭിപ്രായം വരുന്നു, ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രഗിൾ ഉണ്ടാവുന്നു, ബൗണ്ടറി വെക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഒരു വിശ്വാസ്യത തകരുന്നൊരവസ്ഥ. ഒരു വ്യക്തിക്ക് മറ്റൊരു പേഴ്സണോടുള്ളൊരു വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ തിരിച്ച് ആ ഒരു രീതിയിലേക്ക് വരിക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിൽ ആ ഒരു സംശയത്തിൻ്റെ നാമം ഉണ്ടാവാം. ആ ഒരു രീതിയിൽ ഉള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കൈവിട്ട് പോയൊരവസ്ഥയും ഒരു സഡൻ ആയിട്ടുണ്ടായിരുന്നൊരു അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ചേഞ്ചാണ് തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതൊന്ന് ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് എത്താനോ അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം പരസ്പരം പങ്കുവെക്കാനോ ഒന്നും കഴിയുന്നില്ല. മൊത്തത്തിൽ ഒരു ഡിഫെൻഡ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്നുള്ളതാണ്. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ആർഗ്യുമെൻറ്റ്സിലോ ഫൈറ്റിലേക്കൊക്കെ പോയിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു രീതിയിൽ വരെ എത്തിയിട്ടുള്ളത്. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള അകൽച്ചയുടെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൈവിട്ട് പോയൊരു അവസ്ഥ തന്നെയാണ്. ഈഗോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പക്ഷെ ഒരു ചെറിയ നിസ്സാര കാര്യം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സെപ്പറേഷൻ ഫേസിൽ നിസ്സാര കാരണങ്ങൾ കൊണ്ട് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ജസ്റ്റ് ഒരു ഈഗോ കൊണ്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്കായാലും പേഴ്സണലി ഈഗോയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതെല്ലാം സെക്കൻഡറി ആണ്. അതിനേക്കാളും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ ശക്തമായി പിടിച്ചുലച്ചു എന്ന് തന്നെ പറയാം. അത് ഈ ഒരു സ്ഥിതി വരെ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് മറ്റൊരാളുടെ ഇൻ്റർഫിയറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേറെ ആൾക്കാരും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആകുമ്പോഴത്തേക്കും മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകുന്നൊരവസ്ഥയും. അപ്പോൾ അങ്ങനെയുള്ളൊരു എനർജി നമുക്ക് നല്ലതുപോലെ കാണാം. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും മൂന്നാമതൊരാളുടെ ഒരു
ഇൻ്റർഫിയറൻസ് വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് വ്യക്തികൾ അവരുടെ റിലേഷൻഷിപ്പിൽ അവരുടേതായിട്ടുള്ള ഇഷ്ടം വെച്ചിട്ട് അവർ കാര്യങ്ങൾ ചിന്തിക്കുന്നതും അനലൈസ് ചെയ്യുന്നതും മറ്റൊരാൾ കയറി വരുമ്പോഴത്തേക്കും അവരുടെ ഒരു ബ്രെയിൻ വാഷും കൂടി അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ള ആ ഒരു കഴിവ്, ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും സ്നേഹത്തിൻ്റെ പുറത്തുനിന്ന് ചിന്തിച്ചെന്ന് വരാം, പല ആംഗിളിലും നമ്മൾ നോക്കിക്കണ്ടെന്ന് വരാം. പക്ഷേ പുറമേ നിന്നുള്ളൊരു വ്യക്തി കടന്നു വരുമ്പോൾ അതിനകത്തുള്ള ഒരു പേഴ്സണെ സ്ക്രൂ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ പിന്നെ അവർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറിപ്പോകുന്നത് തന്നെ അതുകൊണ്ടാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പേഴ്സൺസിൻ്റെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്ക് ശേഷം നോ കോൺടാക്റ്റിലേക്കോ അല്ലെങ്കിൽ ആ ഒരു അകൽച്ചയിലേക്കോ വന്നിട്ടുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നോക്കിക്കാണുന്നത്, എന്താണ് അവരുടെ ഒരു മനസ്സിലുള്ള കാര്യങ്ങൾ എന്നുള്ളത് അറിയാൻ ശ്രമിക്കുക. പിന്നെ നമ്മളുടെ ഇന്നലത്തെ റീഡിങ്, അതായത് ആ ഒരു തേർഡ് പാർട്ടി റീഡിങ്ങിന് ശേഷം പലരും കോൺടാക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ കമൻസിലൊക്കെ പലരും പറയുകയുണ്ടായി. അതുപോലെ തന്നെ ആ ഒരു റീഡിങ്ങിൽ വന്നതുപോലെയുള്ളൊരു മാറ്റം റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തേർഡ് പാർട്ടിയിലേക്ക് ഭയങ്കര ചായ്വുണ്ടായിരുന്ന വ്യക്തി തിരിച്ചു വന്നു, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് അപ്പോളജി വന്നു എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പലരും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു രീതിയിലേക്ക് പോയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു സത്യം മനസ്സിലാക്കി അവർക്ക് തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുടെ കമൻസും മെസ്സേജസും ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇനി അത് സ്ട്രോങ് ബോണ്ടിങ്ങിൽ മുന്നോട്ട് പോകാനായിട്ട് എപ്പോഴും നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ പറയാം. Ten of Swords, Ace of Pentacles, Page of Pentacles, Nine of Cups, Two of Swords, Four of Cups, Three of Swords, Queen of Swords, Six of Cups, Nine of Wands, Seven of Cups, the Fool, Page of Cups, Chariot, Three of Wands, Knight of Cups and Hanged Man. അപ്പോൾ നിലവിലുള്ള ഈ പേഴ്സൻ്റെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവരുടേതായിട്ടുള്ള ഇപ്പോഴത്തെ ലൈഫ് എന്താണോ അതിനകത്ത് സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും നമുക്ക് ഭയങ്കര വിഷമോ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടോ പെയിനൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് പല മാർഗങ്ങൾ അന്വേഷിക്കുന്നതും സന്തോഷം തേടി പോകുന്നതൊക്കെ. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ളൊരവസ്ഥ നമുക്കിവിടെ ഈ ഒരു പേഴ്സണിൽ കാണാം. അത് ചിലപ്പോൾ അവരുടെ കരിയറിലായിരിക്കാം, മറ്റു പല കാര്യങ്ങളിലായിരിക്കാം, അവരെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിലായിരിക്കാം. അതിനകത്തൊക്കെ അവർ ഫോക്കസ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലെല്ലാം സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സൺ ഈ അകൽച്ചയിൽ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയുള്ള ചിന്തകളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നല്ല രീതിയിലുള്ളൊരു പെയിൻ, അല്ലെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ നമ്മൾ നേരത്തെ സ്പ്രെഡ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞതാണ്, തക്കതായിട്ടുള്ളൊരു കാരണം അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസൺ കൊണ്ട് അകൽച്ച വന്നിട്ടുള്ളതാണ്. വെറുതെ ഒരു നോർമലി ഉള്ളൊരു കാര്യത്തിൻ്റെ പേരിലല്ല, അത്രയും ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ വന്നിട്ട് അകൽച്ചയിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളാണെന്നുള്ളത്. ഈ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ അറിയാം, അത്രയേറെ ഒരു തകർന്നു പോയൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവിടെ നമ്മൾ പറഞ്ഞതാണ്, ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നൊരവസ്ഥ, നമ്മളുടെ കൺട്രോളിൽ നിന്ന് പോകുന്നൊരവസ്ഥയിലേക്കെല്ലാം പോയിട്ടുണ്ടാവും എന്നുള്ളത്. തീർച്ചയായിട്ടും
അവിടെ നിന്ന് വീണ്ടും എല്ലാം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുന്ന, ഇനിയൊന്നും ഇല്ല ബാക്കി എന്ന് വിചാരിക്കുന്നൊരിടത്ത് നിന്ന് വീണ്ടും ഒന്ന് ഉയർത്തെണീറ്റ് വരാനായിട്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒന്ന് ബഡ് ചെയ്ത് വരാനായിട്ടുള്ള ആഗ്രഹം ഈ പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം ചിന്തിക്കുന്നു. ഓരോ കാര്യത്തെക്കുറിച്ചും വ്യക്തമായിട്ട് ആലോചിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ നന്നായിട്ട് തന്നെ കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകൾ വരുമ്പോൾ ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും കാണാം ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നിരന്തരം ഓർക്കുന്നുണ്ട്, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവർ പോലും വേറെ വല്ല കാര്യങ്ങളിലോ പ്രവർത്തിയിലോ ഒക്കെ മുഴുകുമ്പോഴായിരിക്കാം നിങ്ങളുടെ ചിന്തകൾ അവരെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ പോലും അവർക്ക് ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജം വെച്ചുകൊണ്ട് പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നാലോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഓപ്പൺ ആക്കിയാലോ അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോഴും അവർ വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിരിക്കുന്നൊരവസ്ഥ, മനസ്സ് ഡൈവേർട്ട് ചെയ്ത് മറ്റു കാര്യങ്ങളുടെ പുറകെ വിടാനായിട്ട് ശ്രമിക്കുന്നൊരവസ്ഥയൊക്കെ നമുക്ക് കാണാമെങ്കിലും ആ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ടുള്ളൊരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു എനർജിയാണ്. കാരണം ഒരു വശത്ത് നമ്മുടെ ലോജിക് മൈൻഡ് സെറ്റ് ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പോയാൽ മതി എന്ന് പറയുന്നു. പക്ഷേ ചില സമയത്ത് നമ്മളുടെ ഇമോഷൻസ് അതിനെ കീഴ്പ്പെടുത്തുന്നു, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക സമ്മർദ്ദം, കൺഫ്യൂഷനൊക്കെ നമുക്ക് നല്ലതുപോലെ കാണാം. ആക്ച്വലി അവർ സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ചിന്തകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ വേറെ പല കാര്യങ്ങളൊക്കെ ലൈഫിൽ പതിയെ അവർ അച്ചീവ് ചെയ്യുന്നുണ്ടാവാം, അതിൻ്റെ പുറകെ പോകുന്നുണ്ടാവാം. പക്ഷേ അങ്ങനെയൊക്കെ പോകുന്നു എന്നല്ലാതെ മനസ്സ് നിറഞ്ഞ് അവർക്ക് അതിലൊന്നും സന്തോഷിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അവരെപ്പോഴും ആ ഒരു നിങ്ങളെക്കുറിച്ചുള്ള തിങ്കിങ്ങിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിനകത്തേക്ക് പോകണ്ട, ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതിന് പറ്റിയതല്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ആ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു ഫെമിനിൻ എനർജിയുടെ തടസ്സമായിരിക്കാം, കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ തടസ്സമായിരിക്കും. ചിലരെ സംബന്ധിച്ച് ഫാമിലിയിലുള്ളൊരു പേഴ്സണോ അമ്മയോ, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ സാന്നിധ്യമൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു തകർച്ചയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ, കൈവിട്ട് പോകുന്ന ഒരവസ്ഥ, ചിലപ്പോൾ അവരുടെ ഒരു ഇൻ്റർഫിയറൻസ് ആയിരിക്കാം. എന്ത് ചെയ്യണം എന്നറിയാതെ ഈ ഒരു പേഴ്സണ് പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരെ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സാന്നിധ്യം സ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഹോണസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, ഇമോഷൻസിനൊക്കെ തടസ്സമായിട്ട് നിന്നതും ഇതുപോലെയുള്ള ഒരു വ്യക്തിയുടെ കടന്നുകയറ്റം, ആ ഒരു എനർജിയൊക്കെ ആയിരിക്കാം. അവർക്ക് ചിലപ്പോൾ അതിനെ നിഷേധിക്കാനായിട്ട് കഴിയാത്ത വണ്ണം അതിനകത്ത് മുന്നോട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അത് അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാമെങ്കിലും അവർ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഒരു ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്, പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. തടസ്സമുണ്ട് എന്നുള്ളത് ആ ഒരു പേഴ്സൺ അറിയാം, അങ്ങോട്ടേക്ക് വരാനായിട്ട് തടസ്സമുണ്ട്. പക്ഷെ തടസ്സമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പിന്തിരിഞ്ഞ് പോകുന്നില്ല, അവർ അവിടെ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് അവിടെ എല്ലാം കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ വളരെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിൻ്റെ കാർഡ്സ് നമുക്ക് കുറേ എണ്ണം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ ഒരു പേഴ്സൺ എപ്പോഴും ആശങ്കപ്പെടുന്നുണ്ട്, അവരുടെ മനസ്സിന് തന്നെ ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല, മനസ്സിന് തന്നെ ഉറച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ചാഞ്ചാടി കളിക്കുന്ന ഒരു മനസ്സായിരിക്കാം ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് നിലവിലുള്ളത്. അതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരു വ്യക്തിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്ന പേഴ്സൺ എന്തൊക്കെ ഹഡിൽസ് ഉണ്ടെങ്കിലും മുന്നോട്ട് പോകും. പക്ഷെ ഒരു വശത്ത് നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, എന്നാൽ വേറെ ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പേടിയുണ്ട്, പിന്നെ ആവാന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം വരുമ്പോൾ ആക്ഷൻ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ കാണാറുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അറിയാം അവർക്കിപ്പോൾ സ്വാതന്ത്ര്യമാണ് വേണ്ടതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രീ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നു ചേരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും തടസ്സങ്ങളുള്ളത് കൊണ്ടാണ് അങ്ങനെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇതിനകത്തേക്ക് വരാൻ, സ്വാതന്ത്ര്യത്തോടു കൂടി വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു കെട്ടുപാടിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ചിന്തകളിൽ അത്രയും ഫ്രീ ആയിട്ട് മറ്റാരുടെ ഒരു ഉപദേശമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സ്വതന്ത്രമായിട്ട് സന്തോഷത്തോടെ ഹാപ്പിനെസ് നമുക്കവിടെ കാണാം. അങ്ങനെ വരാനായിട്ടാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും സെയിമാണ് അവരുടെ ഒരു ചിന്തകൾ, ഡ്രീംസ്, മാനിഫെസ്റ്റേഷനൊക്കെ നമുക്കവിടെ തീർച്ചയായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഓർത്ത് സ്വയമേ
മനക്കോട്ട കെട്ടുക എന്ന് പറയില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രഷർ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത സ്പ്രെഡിനകത്താണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കണ്ടതാണ് ആ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് കൂടാതെ നിങ്ങളുടെ ബന്ധത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, പെട്ടെന്ന് വന്നു ചേർന്ന ഒരു തടസ്സം മൊത്തത്തിൽ പ്രതീക്ഷകൾ തട്ടിപ്പോകുന്ന ഒരവസ്ഥ ഒക്കെ നമ്മൾ പറഞ്ഞതാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇവർ കൺഫ്യൂസ്ഡ് ആകുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിലവിൽ മുൻതൂക്കം കൊടുക്കുന്നത് അവരുടെ കാര്യത്തിനാണ്, അല്ലെങ്കിൽ അവരുടെ സേഫ്റ്റി, അവരുടെ ഫ്യൂച്ചർ, അതിനാണ് ഈ പേഴ്സൺ മുൻതൂക്കം കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മറ്റെന്തിനേക്കാൾ ഒരു പ്രാധാന്യം അവരുടെ സ്വന്തമായിട്ടുള്ളൊരു കാര്യത്തിന് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. അതായത് ഈ തരത്തിൽ മനസ്സിനകത്തൊരു സമ്മർദ്ദമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഏത് വേണം വേണ്ട അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു ആശയക്കുഴപ്പമൊക്കെ വരുമ്പോഴത്തേക്കും അവർ ആ പ്രയോറിറ്റി അവരുടെ കാര്യത്തിന് കൊടുക്കുന്നുണ്ട്, സെൽഫായിട്ടുള്ളൊരു കാര്യത്തിന് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു സെൽഫിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു നേച്ചറുള്ള പേഴ്സൺ എനർജിയും കൂടിയാണ്. കാരണം ഇപ്പോൾ എനിക്ക് എൻ്റെ സ്റ്റെബിലിറ്റിയാണ് പ്രധാനം എന്നവർ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യമാണ് എനിക്ക് പ്രധാനം എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് നോ കോണ്ടാക്റ്റിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു താല്പര്യവും, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടതുപോലെ ആ ഒരു ബഡ് ചെയ്ത് വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ അവർ തടഞ്ഞു വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ആ നിങ്ങളുടെ നോ കോണ്ടാക്റ്റ് തുടരുന്നതിൻ്റെ ഒരു റീസൺ പോലും ഇത് തന്നെയാണ്. അവർ അതിനേക്കാളും പ്രധാനപ്പെട്ടതായിട്ട് അവരുടേതായിട്ടുള്ളൊരു ലക്ഷ്യമാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഒരുപക്ഷെ അവിടെയും അവർക്ക് ഫിയർ ആയിരിക്കാം, അതിനവർ ഭയപ്പെടുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ആ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം അവരിൽ നിന്ന് പോകാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ടൊക്കെ അവർ നിങ്ങളോടുള്ള സ്നേഹവും കാര്യങ്ങളും പിടിച്ചു കെട്ടുന്നു, അല്ലെങ്കിൽ അത് മനസ്സിനകത്ത് നിയന്ത്രിച്ച് നിർത്തുന്നു എന്നുള്ളതാണ്. ചിലവരെ സംബന്ധിച്ചത് ലോങ് ഡിസ്റ്റൻസ് കണക്ഷനായിട്ടൊക്കെ പോയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഫാമിലിയുടെ ഒപ്പം ആയിരിക്കില്ല, അവിടെ നിന്ന് ഒരുപാട് ദൂരെ നിന്നായിരിക്കാം, നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, ഇത്ര അകൽച്ചയിലാണല്ലോ, തടസ്സമായിട്ട് നിൽക്കുന്ന വ്യക്തി കൂടെ പോലും ഇല്ല, പിന്നെ എന്തിനാണ്, എന്തുകൊണ്ട് അവർക്ക് എനിക്കൊരു മെസ്സേജ് ഇട്ടുകൂടാ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു പോയിന്റ് ഇപ്പോഴത്തെ ഒരു എനർജിയിലാണ് ചിലപ്പോൾ അവർക്ക് ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് മാറിയെന്ന് വരാം. പക്ഷേ അവരുടെ ആ ഒരു ലൈഫിന് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഒരു വഴിക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ആഗ്രഹവും അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്കിവിടെ കാണാം. എന്നിട്ടും അത് നിയന്ത്രിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുങ്ങി പുറപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്, വരാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു കപ്പ് ഓഫ് ലവ്, ഇമോഷൻസ് ഒക്കെ കാണിക്കുന്നൊരു എനർജി എന്ന് തന്നെ പറയാം. മനസ്സിനകത്ത് വളരെ ഒരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ്, ആ ഒരു പഴയ കാര്യങ്ങൾ, ഇമോഷൻസ് ഒരുപാട് ഇവിടെ നമുക്ക് വന്നു പോയിട്ടുണ്ട്. നിങ്ങളില്ലാത്തതുകൊണ്ട് അവർ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ളതൊക്കെ നമുക്കിവിടെ വന്നു പോയ കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോഴത്തേക്കും ഇറങ്ങി പുറപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്യുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതുവരെ വന്ന ഒരു ആക്ഷൻ പാതിക്ക് വഴിക്ക് വെച്ച് നിർത്തുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കാരണം അവർ അവിടം വരെ എത്തിയൊരു പേഴ്സൺ പിന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ചില കാര്യങ്ങൾ അവർ വീണ്ടും പിടിച്ചു നിർത്തുന്നു. അപ്പോൾ ആ ഒരു പേഴ്സൺ എല്ലാ ആംഗിളും ചിന്തിക്കുന്നു, ഓവർ തിങ്കിങ്ങിലേക്ക് പോകുന്നു, സ്റ്റക്കാവുന്നു, വെയിറ്റ് ചെയ്യാനുള്ള പ്രവണത കൂടുന്നു. അതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പേഴ്സണെ കുറിച്ച് ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ ഉണ്ടായതിൻ്റെ പേരിലായിരിക്കാം നിങ്ങളിൽ നിന്ന് അവർ മാറി നിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പറഞ്ഞൊരവസ്ഥ വരെ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അവരുടെ ഉള്ളിൽ ആ ഒരു സ്നേഹം, ഇമോഷൻസും ഒക്കെ ഉണ്ട്. പക്ഷേ അതിനാണോ കൂടുതലൊരു പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നിലവിൽ നമ്മൾ നോക്കുമ്പോൾ അവരുടെ കാര്യത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ ആക്ഷൻ എടുക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫിയർ എലമെൻറ്റ്, അല്ലെങ്കിൽ അതും ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫിയർ എന്ന് പറയുമ്പോൾ മറ്റൊരു രീതിയിലും കൂടി നമ്മൾ ചിന്തിക്കണം. നമ്മളുടേതായിട്ടുള്ള ഒരു നിലനിൽപ്പിന് കോട്ടം തട്ടുമോ എന്നുള്ളൊരു കാര്യം ആ ഒരു ഫിയറിൽ വരുന്നൊരു സംഗതിയാണ്. അപ്പോൾ അവിടെയും ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു നേച്ചറും കൂടി നമുക്ക് കാണാം. അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കാര്യം അവർ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നൊരു അവസ്ഥയാണ്. ഞാനൊന്ന് രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ എൻ്റെ വഴിയൊന്ന് ഞാൻ ക്ലിയർ ആവട്ടെ, എന്നിട്ട് എനിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് പറ്റൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് പല തടസ്സങ്ങളുണ്ട്, പക്ഷേ ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല. ഇപ്പോഴും ഒരുപാട് ചിന്തകളും കാര്യങ്ങളും വരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും വരുമ്പോൾ അവർ മറ്റു പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റി വിടുകയാണ്. കാര്യം അതിനകത്തൊന്നും അവർക്ക് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ചെയ്യാനോ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും വേറെ പല കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുത്ത് പോകുന്ന ഒരവസ്ഥയാണ്. അവർ അവരുടേതായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ ആ ഒരു വഴിക്ക് പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. നിങ്ങളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ വെയിറ്റ് ചെയ്യുക, ഇതല്ല ഇതിനനുകൂലമായിട്ടുള്ളൊരു സമയം എന്നുള്ള ഒരു സംഗതിയാണ് നമുക്ക് നിലവിൽ കാണാൻ കഴിയുന്നത്.
അപ്പോൾ നിലവിലിങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് കാർഡ്സും കൂടി എടുത്ത് നോക്കാം. ഈ ഒരു വ്യക്തി ആക്ഷൻ എടുക്കുമോ, ഇപ്പോൾ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ അവർക്കില്ല എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നെയാണെന്നുണ്ടെങ്കിൽ എടുക്കുമോ, എത്ര ടൈം പീരീഡിനുള്ളിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ വന്നിരിക്കുന്നത് 1, 10, 19, 28 ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു നോ കോൺടാക്റ്റിലൂടെ പോകുന്ന വ്യക്തികൾക്ക് കോൺടാക്റ്റ് വരാൻ സാധ്യതയുള്ള പോസിബിലിറ്റിയുള്ള ഡേറ്റ്സാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 1, 10, 19, 28. നിങ്ങൾ കാണുന്ന ആ ഒരു മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം, ആ ഒരു സമയത്തിനുള്ളിൽ എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു അകൽച്ചയിൽ നിന്ന് സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരാനായിട്ട് യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.